മനുഷ്യൻ ഇന്നും ഒരു മിസ്റ്ററിയായി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് അന്റാർട്ടിക്ക. ഭൂമിയിൽ നിന്നും കാണുന്നത് ഇതിന്റെ വെറും 5 കിലോമീറ്റർ മാത്രമാണ്. അത് തന്നെ ഏകദേശം 1.5 കോടി കിലോമീറ്ററോളം വരും. ഇത് അമേരിക്കയുടെ വലിപ്പത്തിനേക്കാളും 1.5 ഇരട്ടിയോളവും വരും. ഇവിടുത്തെ കാലാവസ്ഥയെപ്പറ്റി പറയാനാണെങ്കിൽ വർഷം മുഴുവൻ മഞ്ഞാണ്. ഏകദേശം -50 മുതൽ -90 വരെയാണ് ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത്. 400ഓളം ലേക്കുകൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ പകുതിയും ഭൂമിക്ക് അടിയിലാണ്. ഇങ്ങനെ ഒട്ടേറെ കൗതുകങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ് അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. ഇന്നും ഈ സ്ഥലത്തിനെ പറ്റി നമ്മുടെ അറിവുകൾ പരിമിതമാണ്. ഈ സ്ഥലത്തിനെ പറ്റിയിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സുകളാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും സോളോ ഫിറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്പർ 10. അന്റാർട്ടിക്കയിൽ ഒരു രാജ്യത്തിന്റെയും ടൈം സോൺ ഫോളോ ചെയ്യുന്നില്ല. അതേപോലെ അവിടെ 2x2 ATM മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ളത്. നമ്പർ 9. അന്റാർട്ടിക്കയിൽ വളരെയധികം ഭാഗം ഭൂമിക്കടിയിലുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഈ ഒരു സ്ഥലം മറ്റൊരു കോണ്ടിനെന്റ് ആണ് എന്നും പറയപ്പെടുന്നുണ്ട്. ഇവിടെ താമസിക്കുന്നത് ഏലിയൻസ് ആണ് എന്നും പറയപ്പെടുന്നു. ഇതിനെപ്പറ്റി ശാസ്ത്രീയമായ യാതൊരു വിശദീകരണവും ഇല്ല. എങ്കിലും ഇന്നും അങ്ങനെ വിശ്വസിക്കുന്നവർ അനവധിയാണ്. നമ്പർ 8. 2009 ഒരു പര്യവേഷണ സംഘത്തിന് അവിടെ നിന്നും ഒരു പൂച്ചയുടെ ഫോസിൽ ലഭിക്കുകയുണ്ടായി. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന് മുട്ടയിടാൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, ഇത് ജീവിച്ചിരുന്നത് ഏകദേശം 2.5 കോടി വർഷങ്ങൾക്ക് മുൻപായിരുന്നു. ഇത്രയും വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ കോണ്ടിനെന്റിൽ ജീവൻ നിലനിന്നിരുന്നു എന്നും ശാസ്ത്രലോകം വിശ്വസിക്കുന്നു. നമ്പർ 7. 2014 ഇവിടെ നിന്നും മനുഷ്യന്റെ തലയോട്ടി ഗവേഷകർക്ക് ലഭിക്കുകയുണ്ടായി. അവർ പറയുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു കോണ്ടിനെന്റിൽ മനുഷ്യൻ സാധാരണ പോലെ തന്നെ ജീവിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ലഭിച്ച തലയോട്ടികൾക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഇതിന്റെ മേൽഭാഗത്തിന് നീളം കൂടുതലായിരുന്നു. നമ്മുടെ നോർമൽ തലയോട്ടി പോലെ ആയിരുന്നില്ല. ഇവർക്ക് പണ്ടുകാലത്തുള്ള ഈജിപ്റ്റ്, പെറുവിലുള്ള ആളുകളുമായി ബന്ധമുണ്ടായിരുന്നു എന്നും ഗവേഷകർ കരുതുന്നു. നമ്പർ 6. 50 വർഷത്തിനിടയ്ക്ക് ഇവിടെ പതിച്ചിട്ടുള്ള ഉൽക്കകളുടെ എണ്ണം അത്ഭുതപ്പെടുത്തുന്നതാണ്. ഏകദേശം 10,000-ഓളം ഉൽക്കകളാണ് ഇവിടെ പതിച്ചിട്ടുള്ളത്. മറ്റൊരു കാര്യം പറയുന്നത് ഇവർക്ക് അന്യഗ്രഹ ജീവികളുമായി ബന്ധമുണ്ട് എന്നാണ്. അവർ ഇവിടെ വന്നു പോകുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ഇവിടെ കണ്ടെത്തിയിട്ടുള്ള ചില ഉൽക്കകളുടെ പ്രായം എന്ന് പറയുന്നത് 7 ലക്ഷം വർഷത്തോളമാണ്. അതേപോലെ 2015 ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുള്ള ഒരു ഉൽക്കയിൽ ചൊവ്വാഗ്രഹത്തിലേതുപോലെയുള്ള മൂലകങ്ങൾ കണ്ടെത്തിയിരുന്നു. ചൊവ്വാഗ്രഹവാസികൾ ഇവിടെ വന്നു പോകുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. നമ്പർ 5. അന്റാർട്ടിക്കയിൽ ജീവൻ നിലനിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ് അധികം ശാസ്ത്രജ്ഞന്മാരും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള നിരവധി പര്യവേഷണങ്ങളാണ് ഈ ഒരു സ്ഥലത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. 1980 മുതൽ തന്നെ ഇത്തരത്തിലുള്ള പര്യവേഷണങ്ങൾ നടക്കാറുണ്ട്. ഇവർക്ക് ഒരിക്കൽ ഒരു ദിനോസറിന്റെ സ്കെൽറ്റൺ ലഭിക്കുകയുണ്ടായി. ഇതിന് ഏകദേശം 36 അടിയോളം നീളമുണ്ടായിരുന്നു. ഒരു 3 നില കെട്ടിടത്തിന്റെ വലിപ്പം വരും അതിന്. ഇതിന്റെ പ്രായമായിരുന്നു അമ്പരിപ്പിക്കുന്നത്. 70 ലക്ഷത്തോളം വർഷമായിരുന്നു ഇതിന്റെ പ്രായം. പല ശാസ്ത്രജ്ഞന്മാരും വിശ്വസിക്കുന്നത് ഇതൊരു സാധാരണ ഭൂഖണ്ഡമായിരുന്നുവെന്നും ഗ്രീനറി നിറയെ ഉണ്ടായിരുന്നു എന്നുമാണ്. പിന്നീടാണ് മഞ്ഞ് മൂടപ്പെട്ടത് എന്ന്. നമ്പർ 4. അന്റാർട്ടിക്കയിലുള്ള ഒരു വെള്ളച്ചാട്ടത്തിനെ കുറിച്ചിട്ടാണ് അടുത്തത് പറയുന്നത്. ഇത് സാധാരണ വെള്ളച്ചാട്ടമല്ല. ഇതിന്റെ നിറമാണ് പ്രത്യേകത. ഇത് റെഡ് കളറിലാണ്. ബ്ലഡ് ഫോൾ എന്നും ഈ വെള്ളച്ചാട്ടം അറിയപ്പെടുന്നു. 1911 ടെയ്ലർ എന്ന ശാസ്ത്രജ്ഞനാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് ശാസ്ത്രലോകത്തെ ഒട്ടേറെ കുഴപ്പിച്ച ഒരു പ്രതിഭാസമായിരുന്നു. പിന്നീട് ഒട്ടേറെ പരീക്ഷണങ്ങൾക്ക് ശേഷം കണ്ടെത്തിയത് ഈ ഒരു മഞ്ഞുപാളികൾക്കിടയിൽ ഒരു കടൽ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മുടെ സാധാരണ കടലിൽ നിന്നും വ്യത്യസ്തമായി ഏകദേശം 3 ഇരട്ടിയോളം ലവണാംശമാണ് ഈ ഒരു കടലിൽ കണ്ടെത്തിയിട്ടുള്ളത്. ഇതിന്റെ സാന്നിധ്യം കാരണമാണ് ഈ ഒരു തരത്തിലുള്ള റെഡ് കളർ ഈ ബ്ലഡ് ഫോളിന് ഉണ്ടായിട്ടുള്ളത്. അതായത് വെള്ളത്തിലെ അയണും അതേപോലെ ഓക്സിജനും കൂടി ചേർന്ന് അയണോക്സൈഡായി മാറുകയും അത് കാരണം ഈ ഒരു വെള്ളത്തിന് റെഡ് കളർ കിട്ടുകയും ലഭിച്ചു. നമ്പർ 3.
അന്റാർട്ടിക്കയിൽ നിന്നും ശാസ്ത്രജ്ഞന്മാർക്ക് 17 തരത്തിലുള്ള ബാക്ടീരിയകളെ കിട്ടുകയുണ്ടായി. പക്ഷേ ഇവരുടെ പ്രത്യേകത എക്സ്ട്രീം കണ്ടീഷൻസിൽ ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഓക്സിജനോ സൂര്യപ്രകാശമോ ഒന്നുമില്ലാത്തിടത്ത് ഇവയ്ക്ക് താമസിക്കുവാൻ സാധിക്കും. പക്ഷേ ഈയൊരു തരത്തിലുള്ള ബാക്ടീരിയകൾ ഇവിടേക്ക് എങ്ങനെ എത്തപ്പെട്ടു എന്നുള്ളത് ഇന്നും ശാസ്ത്രലോകത്തിന് ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്. നമ്പർ 2, അന്റാർട്ടിക്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ധാരാളം വെള്ളമുള്ള ഒരു സ്ഥലം എന്നായിരിക്കും വരുന്നത്, അല്ലെ? അതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ അന്റാർട്ടിക്കയിൽ 20 ലക്ഷം വർഷമായി വെള്ളം ഇല്ലാത്ത, അതായത് മഴ പെയ്യാത്ത സ്ഥലം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഡ്രൈ വാലി എന്നറിയപ്പെടുന്ന ഈ ഒരു സ്ഥലത്ത് മഴ പെയ്തിട്ട് 20 ലക്ഷം വർഷത്തോളമായി. ഇവിടുത്തെ കാറ്റിനുമുണ്ട് പ്രത്യേകത. ഇവിടെ കാറ്റ് വീശുന്നത് 320 km/h എന്ന സ്പീഡിലാണ്. ഇവിടുത്തെ കാലാവസ്ഥയ്ക്ക് മാർസിലെ കാലാവസ്ഥയുമായി സാമ്യമുള്ളതുകൊണ്ട് തന്നെ നാസയുടെയൊക്കെ ചൊവ്വ പര്യവേഷണ സംഘങ്ങൾ ഇവിടെ വന്ന് ട്രയൽ നടത്താറുണ്ട്. നമ്പർ 1, അന്റാർട്ടിക്കയിൽ നിന്നും ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു ജീവിയുടെ ഫോസിൽ ലഭിക്കുകയുണ്ടായി. ഈ ഒരു ഫോസിലിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ലോകത്തിൽ കണ്ടെത്തിയിട്ടുള്ള ഒരു ജീവിവർഗവുമായും ഈ ഒരു ഫോസിലിന് സാമ്യമില്ല എന്നുള്ളതാണ്. ഈ ഒരു ജീവിക്ക് ഏകദേശം 8 അടിയോളം നീളം വരും. ഏത് ജീവിവർഗത്തിൽ ഉൾപ്പെട്ടതാണ് എന്നുള്ളത് ഇന്നും ശാസ്ത്രജ്ഞന്മാരെ കുഴയ്ക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുവാനുള്ളത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുവാനും മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.